ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ മത്സരിക്കാൻ കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ തീരുമാനമായി. ഇരു പാർട്ടികളും സീറ്റ് വിഭജനം പൂർത്തിയാക്കി. രാജ്യതലസ്ഥാനത്ത് ആകെയുള്ള 7 സീറ്റുകളിൽ 4 ആം ആദ്മി പാർട്ടിയും 3 സീറ്റുകളിൽ കോൺഗ്രസുമാണ് മത്സരിക്കുക. ഗുജറാത്ത്, ഹരിയാന, ഗോവ എന്നിവിടങ്ങളിലും സീറ്റ് ധാരണയിലെത്തി. ഡൽഹിയിൽ പടിഞ്ഞാറൻ ഡൽഹി, സൗത്ത് ഡൽഹി, ഈസ്റ്റ് ഡൽഹി, ന്യൂഡൽഹി എന്നീ സീറ്റുകളിലാണ് ആം ആദ്മി മത്സരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഡൽഹി, നോർത്ത് വെസ്റ്റ് ഡൽഹി, ചാന്ദിനി ചൗക്ക് എന്നീ സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുക. ഡൽഹിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിലും BJP ആയിരുന്നു വിജയിച്ചത്. അന്ന് കോൺഗ്രസും AAPയും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരിച്ചിരുന്നത്. അതേസമയം ഹരിയാനയിൽ 1 സീറ്റിലാണ് ആം ആദ്മിയെ മത്സരിക്കുക, കുരുക്ഷേത്രയിൽ. ഗുജറാത്തിൽ ബറൂച്ചിലും ഭവ്നഗറിലും ആം ആദ്മി മത്സരിക്കുന്നുണ്ട്. ഗോവയിൽ ആകെയുള്ള 2 സീറ്റുകളിലൊന്നിൽ ആം ആദ്മി നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മത്സരത്തിനില്ലെന്ന് ആം ആദ്മി വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടെ ഗോവയിൽ 2 സീറ്റിലും കോൺഗ്രസ് ആയിരിക്കും ഇനി മത്സരിക്കുക. പഞ്ചാബിൽ ഇരു പാർട്ടികളും തനിച്ചാണ് മത്സരിക്കുന്നത്. സഖ്യ ചർച്ചകൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടിയുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കുന്നത് തിരിച്ചടിയാകുമെന്ന് ആം ആദ്മി നേതൃത്വം നിലപാട് സ്വീകരിച്ചിരുന്നു. സഖ്യം സംസ്ഥാനത്ത് ആം ആദ്മിക്ക് വളമൊരുക്കുന്നതിന് കാരണമാകുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്നും കോൺഗ്രസ് നേതൃത്വവും ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതോടെ സംസ്ഥാന നേതൃത്വത്തിന്റെ താൽപര്യപ്രകാരം മുന്നോട്ടു പോകാൻ ഇരു പാർട്ടികളുടെയും ദേശീയ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. അതിനിടെ മഹാരാഷ്ട്രയിലെ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനത്തിലും ധാരണയായെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ 48 സീറ്റുകളിൽ 39 എണ്ണത്തിലും ധാരണയിലെത്തിയെന്നാണ് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കോൺഗ്രസിനും ശിവസേനയ്ക്കും NCPക്കും എത്ര വീതം സീറ്റുകൾ ലഭിച്ചുവെന്നത് വ്യക്തമല്ല. 2019-ൽ BJPയുമായി ശിവസേന മത്സരിച്ചത്. അന്ന് 23 സീറ്റുകളിൽ മത്സരിച്ച ശിവസേന 18 സീറ്റുകളിലാണ് വിജയിച്ചത്. 25 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഒരു മണ്ഡലത്തിൽ മാത്രമായിരുന്നു വിജയം കൈവരിച്ചത്. ഡൽഹിയിൽ ഇന്ത്യ സഖ്യം വന്നത് കോൺഗ്രസിനും നേട്ടം തന്നെയാണ്. പഞ്ചാബിൽ ഇരു പാർട്ടികളും സഖ്യത്തിനെതിരെ നിലപാടെടുത്തിരുന്നു. അതുകൊണ്ട് പഞ്ചാബിലും ചണ്ഡീഗഡിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് AAP പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഡൽഹിയിലും ഇരു പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. നേരത്തെ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും AAPയും ഒരുമിച്ചായിരുന്നു മത്സരിച്ചത്. കഴിഞ്ഞ ദിവസം ഇരുവരും സുപ്രീം കോടതിയെ സമീപിച്ച കേസിൽ അനുകൂല വിധിയുമുണ്ടായിരുന്നു. മേയർ സ്ഥാനം AAP വിജയിച്ചതായും സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഏതായാലും കോൺഗ്രസിന് ആശ്വാസമാണ് ഈ തീരുമാനം.